സഹായിക്കട്ടെ. മഹനീയ ചർച്ചിൻ്റെ പകുതി ആൾക്കാർ ഇന്ന് രാത്രി ഈ ഡയറക്റ്റ് ലൈവിലുണ്ട്, പകുതി ആൾക്കാർ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അവരെല്ലാം ഞാൻ വിശേഷം വന്ദനം ചെയ്യുന്നു. കാരണം ബിനുവിന് അത്യാവശ്യമായ ഡ്യൂട്ടിയുണ്ട്, അതുകൊണ്ട് ജാസ്മിൻ കുഞ്ഞുങ്ങളുമുണ്ട്. പ്ലസ് ഈ മാമിൻ ഇന്ന് രാത്രി മാനേജർ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ സീനിയുണ്ട്, റനീസുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ മിക്കവരെയും ഞാൻ കാണുന്നുണ്ട്, നിഷിയുണ്ട്. എല്ലാവരെയും ദൈവം ജേക്കബ് ചായ ഈ ഭവനത്തിൽ വെച്ച് രാത്രി ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യാൻ ഇടയായിത്തീർന്ന സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ദൈവം ഇവർക്ക് വിശാലമായ ഒരു ഭവനം നൽകിയപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചാണ് ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ ഇവിടെ വെച്ച് പുതിയ കൺവെൻഷനൊക്കെ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങനെ ഒരു നിയമം തോന്നി, ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ വെച്ച് നമുക്ക് ക്രമീകരിക്കാം. ദൈവം കൊടുക്കുമ്പോൾ അങ്ങനെയാണ് വിശാലമായിട്ടുള്ള ദൈവം കൊടുക്കുന്നത്. അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, ക്ലിയറാണ്? താങ്ക് യു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കുടുംബാംഗങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് മാത്രം വളരെ സന്തോഷത്തോടെ അത് ചെയ്തോളാൻ പറഞ്ഞ് വളരെ പ്രാർത്ഥന കുടുംബത്തിൽ നടത്തുന്നത് വളരെ സന്മനസ്സോടെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ ഏറ്റെടുത്തു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തന്മാർ പലരും ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. ദൈവസഭയുടെ ശുശ്രൂഷൻ പാസ്റ്റർ റജി തോമസ് ഇന്ന് രാത്രി കുടുംബമായി നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ വിശേഷ വന്ദനം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ചട്ടകളുടെ സീനിയർ ശുശ്രൂഷൻ പാസ്റ്റർ എ.ജെ. ജോൺ ഇന്ന് രാത്രി നമ്മുടെ മധ്യയായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ വിശേഷ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ വന്ദനം ചെയ്യുന്നു. അതുപോലെ കോട്ടയത്ത് പാസ്റ്റർ ജോസ് ഇന്ന് രാത്രി നമ്മുടെ മധ്യയായിരിക്കുന്നു. വിശേഷ കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെ ഞാൻ വന്ദനം ചെയ്യുന്നു. അതുപോലെ 35ഓളം ഡിവൈസുണ്ട്. എല്ലാവരെയും എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാസ്റ്റർ ബിജു നിലമ്പൂർ IPC സഭയുടെ ശുശ്രൂഷ ഈ രാത്രി നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ബ്ലസ്സന്റെ പിതാവ് പാസ്റ്റർ PM വർഗീസ് നാസിക് ഇന്ന് രാത്രി നമ്മുടെ മധ്യ കുടുംബമായിട്ട് ആയിരിക്കുന്നു. കർത്തൃകുട്ടിയെ വിശേഷ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ സക്കറിയ പൂന ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകൻ ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ പ്രിയ ജോൺസൺ ന്യൂ ജെറുസലേം ചർച്ചിൻ്റെ ശുശ്രൂഷ നിരാത്രി നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹത്തെ ഞാൻ വിശേഷ വന്ദനം ചെയ്യുന്നു. ഈ രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ സാവകാശം ശ്രേഷ്ഠമായി എണ്ണുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ ടിറ്റി ഫാമിലി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിൻ്റെ പരിമിതി ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് 16 വേണമെങ്കിൽ ഇരിക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ബ്ലോക്ക് നോക്കി മതത്തോട് അറിഞ്ഞുകൊണ്ട് ബ്ലോക്ക് ഇടാവുന്നതാണ്. കാരണം എത്ര വേണമെങ്കിലും അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് സമയം എല്ലാവർക്കും നൈറ്റ് ഡ്യൂട്ടി ഉള്ള പ്രിയപ്പെട്ടവരുണ്ട്. വീട്ടിലേക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോകണം. എങ്കിലും ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മ കീഴിലായിരിക്കാൻ. അതുപോലെ നമ്മുടെ സുമിയുടെ കസിൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യയായിരിക്കുന്നു. ആ മോളെ ഞാൻ വിശേഷ വന്ദനം ചെയ്യുന്നു. ഈ രാത്രി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങൾ വളരെ താല്പര്യത്തോടെ, അതുപോലെ നമ്മുടെ എബിൻ നമ്മുടെ ബ്ലസ്സന്റെ കസിൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ പ്രിയ എബിനെ ഞാൻ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ഈ രാത്രി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂം പ്ലാറ്റ്ഫോമിൽ പിന്നീട് പരിചയമില്ലാത്ത ചിലരുണ്ട്, അവരെ നമുക്ക് പിന്നെ അതുപോലെ ജോൺ സ്റ്റാൻ കുടുംബമായിട്ട് തൻ്റെ വൈഫ് മിനിമാമ രാത്രി ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഞാൻ കാണുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
സമയത്തിന്റെ പരിമിതി മൂലം സങ്കീർത്തന ശുശ്രൂഷകൾ വളരെ വേഗത്തിൽ കമ്പിവാചകത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് നിയോഗമുണ്ട്. 40-ാം സങ്കീർത്തനമാണ് നാം വായിച്ച് കേട്ടത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് എന്ന് തലക്കെട്ട് കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. 4-5 കാര്യങ്ങൾ അതിൽ ഓടിച്ചു പറഞ്ഞ് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അതിനകത്ത് 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുമല്ലോ. 2-ാം വാക്യം, 3-ാം വാക്യം. മോനെ 1-ാമത്തെ വാക്യം കൂടെ വായിക്കണം. എങ്കിലേ അല്ല, 1-ാം വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ സന്ദേശങ്ങൾ ഞാനൊന്ന് പല ഘടകങ്ങളായി തിരിക്കാൻ ദൈവാത്മാവിൽ ശരണപ്പെടും. ഒന്ന്, കാത്തിരിക്കുന്ന ഒരു ഭക്തന്റെ നിലവിളി കേൾക്കുന്ന ദൈവം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് തിരുവെഴുത്ത് വ്യക്തമായി രേഖപ്പെടുത്തി. രാത്രിയിൽ യമാരംഭത്തിങ്കൽ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. മാത്രമല്ല, മിണ്ടാതിരുന്ന് യഹോവയെ കാത്തിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 റഫറൻസ് പെട്ടെന്ന് വായിക്കാം. യെശയ്യാ പ്രവചനത്തിലാണ് എനിക്ക് പറഞ്ഞ യഹോവയെ അടുത്ത റഫറൻസ് വിലാപങ്ങളുടെ പുസ്തകം 3-25-26 വാക്യങ്ങൾ. അവിടെ ഈ കാത്തിരിപ്പിനെ പറ്റി പറയുന്നുണ്ട്. പ്ലീസ് പെട്ടെന്ന് കമ്പിവാചകത്തിൽ വായിച്ചു. യഹോവയുടെ രക്ഷയ്ക്കായിട്ട് മിണ്ടാതെ വെയിറ്റ് ചെയ്യണം. അതാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിണ്ടാതെ യഹോവയുടെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ന്യൂ ടെസ്റ്റ്മെന്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? റോമർ 8:25. പ്ലീസ് പ്ലീസ്. മറ്റൊരാൾക്ക് ഫിലിപ്പിയ ലേഖനം 3:20. കാണാത്ത ഒരു പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ്? നമ്മുടെ കർത്താവ് വേഗം വരാൻ പോകുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും എന്റെ കർത്താവ് പ്രത്യക്ഷനാകുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ കാത്തിരിക്കണം. അല്ലേ? ഫിലിപ്പിയർ 3:20 തന്നെയല്ലേ പറയുന്നത്? കണക്ട് ചെയ്ത് പറയുന്നത്. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. രക്ഷിതാവായി വരും. അത് തന്നെയാണ് പറഞ്ഞത്. രക്ഷിതാവായി വരുമെന്ന് നാം ഈ ദിവസങ്ങൾ കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർക്ക് മാത്രമേ മുകളിലോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ 1-ാമത്തെ ഭാഗം കാത്തിരിക്കുക. 2, അങ്ങനെ കാത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. മിസ്രയീമിൽ 400 പരം വർഷങ്ങൾ അടിമത്തത്തിലായിരുന്ന ജനത്തിന്റെ നിലവിളി ഫറവോൻ കേട്ടില്ല. ഹല്ലേലൂയ. ആ ദേശം കേട്ടില്ല. പക്ഷേ അവരുടെ നിലവിളി കേട്ടിട്ട് ദൈവം പറയുക, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു എന്ന് പറഞ്ഞിട്ട് ജനനെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, കാണുന്നവൻ മാത്രമല്ല, അറിയുന്നവൻ മാത്രമല്ല, ഇറങ്ങി വരുന്ന ഒരു സ്വർഗ്ഗത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രി അറിയാതിരിക്കുന്നത്. ഒരു സാഹചര്യത്തിലും ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്തിടത്ത് ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് സ്പഷ്ടമായി പറയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. 1-ാമത്തെ ഭാഗം കാത്തിരിക്കുക. 2, നിലവിളി കേൾക്കുന്ന ദൈവം. 3, കയറ്റുന്ന ദൈവം. 2-ാം വാക്യത്തിൽ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റുന്ന ഒരു ദൈവം. എന്താ ഈ കുഴഞ്ഞ ചേറ്? പാപത്തിന്റെ കുഴഞ്ഞ ചേറിലേക്ക് യേശുക്രിസ്തുവിനെ ലോകം കടത്തിവിട്ടു. പാപം ചെയ്യാത്തവൻ നോക്കണേ, നമ്മുടെ പാപത്തിന് വേണ്ടി ഈ
കുഴഞ്ഞ ചേറ്റിനകത്തേക്ക് ചെന്നപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കും തോറും വീണ്ടും താണു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിതാവായ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പുത്രനായ യേശു ക്രിസ്തുവിനെ ആ പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിന്ന് നമുക്ക് വേണ്ടി പാപമായിടത്തുനിന്ന് കരം പിടിച്ച് അങ്ങ് സ്ഥിരമായിട്ടാണ് ഉയർത്തി കേട്ടോ. ഇന്നൂടെ ഞാൻ വിളിച്ചു പറയാം, പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട് ഒരു കാരണവശാലും പുറത്തു വരത്തില്ലെന്ന് പിശാച് മന്ത്രിച്ചിടത്തുനിന്ന് സ്വർഗത്തിന്റെ ബലമുള്ള കരം നമ്മളെ നീട്ടി ഇന്ന് രാത്രിയിലും കയറ്റിയ ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത കയറ്റുന്ന ദൈവമാണ്. ആഴത്തിലേക്ക് ഇറക്കുന്നവനല്ല, ആഴത്തിൽ നിന്ന് തിരികെ കയറ്റി അല്ലേ? അതല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്? നോക്കിയേ, 71 സങ്കീർത്തനം, അത് തന്നെ 20 വാക്യം ഒന്ന് വായിച്ചാൽ തിരികെ കയറ്റും. ഇന്ന് രാത്രി ഏതൊക്കെ വിഷയങ്ങളിൽ ആഴത്തിലാണോ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നമ്മളെ തിരികെ കയറ്റുന്നത്. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണമേ, അടുത്ത ഭാഗം പാറമേൽ നിർത്തുന്ന ഒരു ദൈവം. ഒന്ന്, നിലവിളി കേൾക്കുന്ന ദൈവം. 2, നമ്മളെ തിരികെ കയറ്റുന്ന ദൈവം. 3, നമ്മളെ നിർത്തുന്ന ഒരു ദൈവം. നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായി തീരുമെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എത്രയോ ഘട്ടങ്ങൾ ഓടിപ്പോകുമെന്ന് ചിന്തിച്ച ഘട്ടങ്ങൾ, എത്രയോ ഘട്ടങ്ങൾ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ച അനുഭവങ്ങൾ ജീവിത മണ്ഡലങ്ങൾ വന്നപ്പോൾ അവിടെ നിർത്തുന്ന ഒരു ദൈവം. പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവ് വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. വിശ്വസിക്കാൻ പറഞ്ഞു പാസ്റ്ററെ, നിർത്തത്തില്ലെന്ന് പിശാച് പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിർത്തുക മാത്രമല്ല, സ്വദേശത്തേക്ക് പോയിട്ട് ഒരു തിരിച്ചു വരവൂടെ മാനിക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു. അടുത്ത ഭാഗം ഗമനത്തെ സ്ഥിരമാക്കുക. പലപ്പോഴും ഉറയ്ക്കുവാൻ കഴിയാത്ത മണ്ഡലങ്ങളെ നോക്കി രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ഞാൻ എന്റെ ജനത്തിന്റെ ഗമനത്തെ സ്ഥിരമാക്കാൻ. അതിനെന്തിനാണ് ഗമനത്തെ സ്ഥിരമാക്കണമെങ്കിൽ 37 സങ്കീർത്തനം 23 വാക്യം, എന്തുകൊണ്ട് ഗമനത്തെ ദൈവം സ്ഥിരമാക്കുന്നു? ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസ്താവം തോന്നിയാൽ ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിനും പ്രസാദം തോന്നിയാൽ ദൈവത്തിന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഇന്ന് രാത്രി നമ്മുടെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ ശിശുവരുടെ ഗമനത്തെ സ്ഥിരമാക്കും. അടിസ്ഥാനങ്ങളെ പോലും കുലുക്കി ദേശത്ത് നിന്ന് നൃത്തത്തില്ലെന്ന് വാദിക്കുന്ന അന്യായ പോർവിളികൾ ഇന്ന് രാത്രി ശാസിക്കപ്പെടുകയാണ്. ദൈവം ചിലതിനെയൊക്കെ ഈ രാത്രി ഉറപ്പിക്കാൻ പോവുകയാണ്. ദൈവസഭയോട് വിളിച്ചു നമ്മളിപ്പോ വായിച്ചത് ദൈവം ഗമനത്തെ സ്ഥിരമാക്കണം, ദൈവത്തിന്റെ വഴി തിരുവെടുത്ത് പറയുന്നത്. ഇതിനകത്ത് ഒരു ഭാഗം കൂടെ ഞാൻ പറയാം. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടും. 8 വാക്യം എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ
കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. മെഷിക സങ്കീർത്തനം എന്തുകൊണ്ട് പറഞ്ഞു? ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ, എന്താ ദൈവത്തിന്റെ ഇഷ്ടം? നമ്മുടെ ശുദ്ധീകരണം. ദൈവത്തിന്റെ ഇഷ്ടമോ? ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന രീതിയിൽ നടക്കാൻ ഒരു ആത്മീകൻ തയ്യാറാവണം. ദൈവത്തിന് നമ്മുടെ മേൽ ഒരു ഇഷ്ടമുണ്ട്. എന്താണ്? വിശുദ്ധ ജീവിതം നയിക്കാൻ. ഞാൻ പണ്ട് ഈ ദേശത്തൊരു മനുഷ്യനുണ്ടായി, പേഴ്സണായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ദൈവഹിതമില്ലാത്ത ചില വഴികളിലൂടെ നീങ്ങിയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വഴി തെറ്റാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ കേരളത്തിലെ കൾച്ചർ നോക്കരുത്, അമേരിക്കയിലെ കൾച്ചർ നോക്കണം. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് കേരളത്തിലെ കൾച്ചറുമല്ല അമേരിക്കയിലെ കൾച്ചറുമല്ല നോക്കേണ്ടത്, ദൈവത്തിന്റെ വാചകത്തിന്റെ കൾച്ചറുമാണ്. ഞാനെന്തൊക്കെ പറയാൻ കാരണം എന്നറിയാമോ? അദ്ദേഹം അന്ന് പറഞ്ഞ എൻ്റെ അടുത്ത സ്നേഹിതനാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ഞാൻ പേര് പറയാത്തത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്കതൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളെ സംബന്ധിച്ച് സ്വർഗം ഇന്ന് രാത്രി ഈ പ്രമാണം. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയട്ടെ, അമേരിക്ക ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ സായിപ്പുമാർ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്. ജർമ്മൻ ഒരു സഭ വിശുദ്ധിക്ക് വേണ്ടി ശക്തമായി വില കൊടുക്കുന്നവരുണ്ട്. ഞാൻ കേരളത്തിൽ നിന്ന് ഇപ്പൊ വന്നതുകൊണ്ട് എനിക്കറിയാം, വചനമെടുത്ത് കോട്ട് ചെയ്ത് ദൈവത്തിന്റെ വചനം വെച്ചിട്ട് കൃപയ്ക്ക് പകരം പാപം ചെയ്യാൻ ഇത് കാരണമാക്കരുത്. ഞാൻ തെളിയിക്കാം. ഒന്നെടുത്തു പ്ലീസ്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചാൽ വളരെ സുലഭമായി. 1:8. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരരുതെന്ന് ഷണ്ഡാധിപനോട് ഹൃദയത്തിൽ നിശ്ചയിച്ച ശരി കണ്ടോ? എന്നുവെച്ചാൽ അവിടുത്തെ വൈൻ കുടിക്കാം. യഥാർത്ഥ കൊട്ടാരത്തില യാതൊരു നിയന്ത്രണവും അവിടെ ഇല്ല. ഏത് ഭക്ഷണവും വേണേ കഴിക്കാം. പക്ഷേ ഇവർ അവിടുത്തെ കൾച്ചറല്ല നോക്കിയത്, ഇവർ സ്വർഗത്തിന്റെ പ്രമാണം നോക്കിയിട്ട് അവരൊരു പ്രഖ്യാപനം ചെയ്തു, ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങൾ കൊട്ടാരത്തിലും ചെയ്യും. ഭക്ഷണ കാര്യത്തിൽ പോലും വേർപാടനുസരിച്ച് ഭക്തൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല. അപ്പൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, സഹോദരങ്ങൾ കൂടെയില്ല, ഭാര്യ കൂടെയില്ല, ഭർത്താവ് കൂടെയില്ല. പക്ഷേ യോസഫിന് പറയാനുള്ളത്, ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ വിശുദ്ധനായി ജീവിക്കും, അത് പാപം മുമ്പിൽ ഇരിക്കുമ്പോൾ. ഇതാ ദൈവത്തിന്റെ ഇഷ്ടം. രഹസ്യങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ആദരങ്ങളിൽ നിന്ന് വരട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ കുടുംബങ്ങളിൽ വരട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം ദൈവസഭയിൽ വരട്ടെ. എന്നെ പറ്റി ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഞാൻ പറയട്ടെ, തിരുവഴുത്തിലെ കൾച്ചർ അല്ലാതെ വേറൊരു കൾച്ചർ നമ്മൾ എടുക്കരുത്. കൊട്ടാരത്തിലും വേർപാട് പാലിച്ചോ. വിശുദ്ധിക്ക് വേണ്ടി നിന്നവർ തിരുവഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും, ഏലിയാവിന്റെ കാലഘട്ടത്തിലും കൃപയുടെ ഒരു ശേഷിപ്പുണ്ടായിരുന്നു, ഈ കാലഘട്ടത്തിലും ഉണ്ട്. അതിലൊന്ന് ഞാനാവണം, നിങ്ങളാവണം. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഉറപ്പാട്ട് പാടും. അതിനുശേഷം